കേരളത്തെ നടുക്കി വീണ്ടും ലഹരി വേട്ട. സോഷ്യൽ മീഡിയയിലെ പ്രമുഖ താരം റിൻസി മുന്താസ് വീണ്ടും MDMA-യുമായി പിടിയിലായിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ MJ റെസിഡൻസിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 3 കൂട്ടാളികൾക്കൊപ്പം റിൻസി വീണ്ടും പോലീസിന്റെ വലയിലായത്. ഇത്തവണയും വെറും ഒരു ഉപയോഗത്തിലുപരി വൻതോതിലുള്ള ലഹരി വിൽപ്പന ലക്ഷ്യമിട്ടാണ് ഇവർ ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വാഴക്കാല സ്വദേശി മുഹമ്മദ് റിഷാഖ്, ആലുവ സ്വദേശി അഭിജിത്ത്, നൂറനാട് സ്വദേശി ബിജു എന്നിവരാണ് റിൻസിക്കൊപ്പം അറസ്റ്റിലായ മറ്റുള്ളവർ. ഇവരിൽ നിന്നും 3.58 ഗ്രാം മാരക ലഹരി മരുന്നായ MDMA പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ജൂലൈ മാസത്തിലും സമാനമായ കേസിൽ പിടിയിലായ റിൻസി മുന്താസിന് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നും കൊക്കെയിൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലെത്തിച്ച് യുവതാരങ്ങൾക്കും സിനിമാ പ്രവർത്തകർക്കും വിതരണം ചെയ്യുന്നതിൽ പ്രധാന കണ്ണിയാണ് ഈ കോഴിക്കോട് സ്വദേശിനി. 10 ലക്ഷത്തോളം രൂപയുടെ ലഹരി ഇടപാടുകൾ ഗൂഗിൾ പേ വഴിയും ക്രിപ്റ്റോ കറൻസി വഴിയും ഇവർ നടത്തിയതായാണ് സൂചന. സിനിമാ PR രംഗത്തെ പ്രമുഖ കമ്പനിയായ ഒബ്സിക്യൂറ എന്റർടൈൻമെന്റുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന റിൻസി പ്രൊമോഷൻ പരിപാടികളുടെ മറവിൽ ലഹരി മരുന്ന് കൈമാറിയിരുന്നോ എന്ന് പോലീസ് ഗൗരവമായി അന്വേഷിക്കുകയാണ്. സഹായിയായിരുന്ന യാസർ അറാഫത്ത് വഴിയായിരുന്നു ഈ ഇടപാടുകൾ കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനുകളിൽ എത്തിയിരുന്നത്. ലഹരി കേസിൽ കുടുങ്ങിയതോടെ റിൻസിയെ തള്ളിപ്പറഞ്ഞു മുൻ സഹപ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. അതെ, സോഷ്യൽ മീഡിയയിലെ ഗ്ലാമർ വേഷങ്ങൾക്കും സിനിമയിലെ PR പ്രവർത്തനങ്ങൾക്കും അപ്പുറം മാരക ലഹരി മരുന്നുകളുടെ ഇടനിലക്കാരിയായി റിൻസി മുന്താസ് മാറുമ്പോൾ കേരളം എത്തി നിൽക്കുന്നത് ഭീതിതമായ ഒരു സാഹചര്യത്തിലേക്കാണ്. വെറും 3 മാസത്തിനിടയിൽ രണ്ടാമതും ലഹരിയുമായി പിടിയിലാകുമ്പോൾ ഇതിനു പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ടെന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ ആർക്കു വേണ്ടിയായിരുന്നു? ഏതൊക്കെ യുവതാരങ്ങളാണ് റിൻസിയുടെ ഉപഭോക്താക്കൾ? ലഹരിയുടെ ഈ സിനിമാറ്റിക് ബന്ധങ്ങൾ അഴിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ പോലീസിന്റെ വലയിലായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലഹരിയുടെ കാണാപ്പുറങ്ങൾ തേടിയുള്ള അന്വേഷണം തുടരുകയാണ്.